ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ, നിങ്ങളുടെ പ്രിയപ്പെട്ട ഷോസ് കാണൂ. ഈ കിടക്കുന്ന രാധികയെ കണ്ടുന്നല്ലേ നീ എന്നോട് പറഞ്ഞത്? ഞാൻ കണ്ടതേട്ടത്തി, ഇത് അവളുടെ കള്ളം ഓർക്കുക. ഞാൻ വിളിച്ചു ചോദിക്കാം. വേണ്ട ഉർവശി, ഏട്ടത്തി എന്ത് പറഞ്ഞാലും എനിക്ക് ഒരു കുഴപ്പമില്ല. ഏട്ടത്തിങ്ങ് വന്നേ. ഇന്ന് ഇതിനൊരു പരിഹാരം ഉണ്ടാക്കിയില്ലെങ്കിൽ ശരിയാവില്ല. കല്യാണം കഴിച്ച പെണ്ണ് മുറി കിടന്ന് ഉറങ്ങുമ്പോ അവളെ ചേച്ചിയും കൊണ്ട് ഈ വീടിനകത്ത് കിടന്ന് വൃത്തിയിട്ട് കാണിക്കാന്ന് വെച്ചാല്, ചേച്ചി ഒന്ന് വന്നേ. വാ വാ. ഇവിടെ ആരും ഇല്ലല്ലോ. ആരും കാണുന്നില്ലല്ലോ. അവര് ഇവിടെ ഉണ്ടായിരുന്നു ഏട്ടത്തി, ഞാൻ കണ്ടതാ. ദേ ഉർവശി, വിളിച്ചോണ്ട് പോരുമ്പോ തന്നെ ഞാൻ പറഞ്ഞതാ ആവശ്യമില്ലാത്ത കള്ളങ്ങൾ പറയരുതെന്ന്. കള്ളമല്ല, അവരിവിടെ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. ഇവിടെ എവിടെയുണ്ട്, ഞാനൊന്ന് നോക്കട്ടെ. കണ്ടോ നീ? ഏട്ടത്തേക്ക് ഞാനിത് തെളിയിച്ച് തരുമെന്ന് പറഞ്ഞാൽ തെളിയിച്ച് തന്നിരിക്കും. ഒരു കാര്യം ചെയ്യാം, ഏതായാലും അവരകത്തേക്ക് കേറിയിട്ടില്ല. നമുക്ക് അവള് കിടക്കുന്ന മുറിയിലൊന്ന് കയറി നോക്കാം. വേണ്ട, നിന്നെ പോലെ എനിക്ക് ഭ്രാന്തില്ല. ഏട്ടത്തിയോട് വരാൻ പറഞ്ഞില്ലേ? മുറിയിൽ അവളില്ലെങ്കിൽ അതിനർത്ഥം അവള് പുറത്തെവിടെ ഉണ്ടെന്നല്ലേ? അത്രയെങ്കിലും വിശ്വസിക്കാലോ. ഏട്ടത്തി, നമ്മളെ അവര് കണ്ടപ്പോ അവര് മറിഞ്ഞു നിൽക്കുന്നതാ. അവളുടെ മുറി പോയി പരിശോധിച്ചേ പറ്റൂ. പോയി നോക്കാം. എനിക്ക് സംശയം തീർക്കാനല്ല, നിന്റെ സംശയം മാറ്റാനാ. രാധികയോട് വരുണ് നന്നായിട്ട് പെരുമാറുന്നതില് നിനക്കും കൽപ്പനയ്ക്കും ബുദ്ധിമുട്ടുണ്ടെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഇന്നത്തോടെ ഇത് അവസാനിപ്പിച്ചേ പറ്റൂ. വാ. ഈ കിടക്കുന്ന രാധികയെ കണ്ടുന്നല്ലേ നീ എന്നോട് പറഞ്ഞത്? ഞാൻ കണ്ടതേട്ടത്തി, ഇത് അവളുടെ കള്ളം ഓർക്കുക. ഞാൻ വിളിച്ചു ചോദിക്കാം. വേണ്ട ഉർവശി, ആ പെൺകുട്ടിയെ ഇപ്പൊ വിളിച്ചുണർത്തി എന്തേലും ചോദിച്ചാലേ അത് ഈ കുടുംബത്തിന് തന്നെ നാണക്കേടാ. കുടുംബത്തിന്റെ നാണക്കേടൊന്നും നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. അങ്ങോട്ട് നടക്ക. അന്നെന്താ ഉണ്ടായേ? എന്നെന്തേലും പറ. അയ്യോ, അവിടെ ആരോ നമ്മളെ കണ്ടിട്ട് അങ്ങോട്ടേക്ക് ഓടിപ്പോയി. താനേ കള്ളൊന്നും പറയണ്ട. നോക്കി, എന്റെ അടുത്തുനിന്ന് പോകാനുള്ള സൂത്രമല്ലേ? അല്ല, ഞാൻ ശരിക്കും കണ്ടതാ. കണ്ടത് കൽപ്പനടുത്ത് ചെറിയമ്മയും കൊണ്ട്. അവരാണെങ്കിൽ ഇപ്പൊ തന്നെ എല്ലാരും വിളിച്ച് പുറത്തിറങ്ങും. എല്ലാവരുടെ മുന്നിൽ നമ്മൾ നാണം കിടും. നീ സത്യമാണോ പറയുന്നേ? അതെന്നെ. എന്നാ വാ വാ. കൃഷ്ണ, നീ കാത്തു. അതെ ഏട്ടി, നമുക്കൊന്ന് വരുണിന്റെ മുറിയിലേക്ക് പോയി നോക്കാം. അവനവിടെ ഉണ്ടോ ഇല്ലെന്ന് അറിയണമല്ലോ. ഭ്രാന്തുണ്ടോ നിനക്ക്? കല്യാണം കഴിഞ്ഞ് ഭാര്യയോടൊന്നിച്ച് ജീവിക്കുന്നവനവൻ. അച്ഛനായാലും അമ്മയായാലും ചെന്ന് തട്ടി വിളിക്കുന്നതിനൊക്കെ ഒരു മര്യാദയുണ്ട്. ഏട്ടത്തി, എനിക്കിത് തെളിയിച്ചേ പറ്റൂ.
നിന്റെ തലയ്ക്ക് ഭ്രാന്തുണ്ടോന്നായി എനിക്ക് തെളിയിക്കേണ്ടത്. ദേ, മര്യാദയ്ക്ക് പോയി കിടന്ന് ഉറങ്ങാൻ നോക്കൂ ഉർവശി. ഏട്ടത്തിക്ക് അത് പറഞ്ഞ മനസ്സിലാവില്ല. പക്ഷേ എന്തെങ്കിലും ഒരിക്കല് ഏട്ടത്തി ഇതും പറഞ്ഞ് കരയുന്നത് ഞാൻ കാണും. ആയിക്കോട്ടെ, കരയേണ്ട സമയമാകുമ്പോ നിന്നെ ഞാൻ വിളിക്കില്ല, പോരെ? ദേ, നിന്നോട് പോനല്ലേ ഞാൻ പറഞ്ഞത്. പോ. എന്താ പത്മിനി, പ്രിയങ്ക മോള് തന്നെ ആയിരുന്നോ? ആഹാ, ഉർവശിയായിരുന്നു. ഇവൾക്ക് രാത്രി ഉറക്കമൊന്നുമില്ലേ? അതാ ഞാനും ആലോചിക്കുന്നേ. എന്തിനാ വിളിച്ചത് അവള്? എന്താ ചോദിച്ചത്? അത് പണ്ടെങ്ങും നടന്നൊരു കല്യാണത്തിന്റെ കാര്യം അവൾ ആലോചിച്ച് നടന്നിട്ട് ഉത്തരം കിട്ടിയില്ല അത്രേ. കല്യാണോ? എവിടത്തെ കല്യാണം? നമ്മുടെ മേനോത്തെ വാസുവേട്ടന്റെ അവിടെ കല്യാണത്തിന് പോയില്ലായിരുന്നോ? അവിടെ ഇട്ടിരുന്ന ആഭരണങ്ങളെ കുറിച്ചും സാരിയെ കുറിച്ചും ഒക്കെ ചോദിക്കുന്നു. എന്താ ചെയ്യാ? വല്ലാത്തൊരു അസുഖം തന്നെ. ഈ അസൂയക്കും കുശുമ്പിനും രാത്രിയും പകലൊന്നും ഇല്ല അല്ലേ? ഉർവശിയുടെ കാര്യമല്ലേ. കിടക്കാം നമുക്ക്. ഉർവശി വെറുതെ പറഞ്ഞതായിരിക്കും, അല്ലാതെ വരണൻ രാധികയും തമ്മിൽ അങ്ങനെ തെറ്റായിട്ടൊന്നും ഉണ്ടാവില്ല. എന്നാലും അവൾ എന്താ അങ്ങനെ പറഞ്ഞത്? താനെന്താ ആലോചിക്കുന്നേ? തനിക്കും തുടങ്ങിയോ ആഭരണങ്ങളെ കുറിച്ച് ചിന്തിക്കല്? ഇല്ല, ഞാനൊന്നും ചിന്തിച്ചൊന്നുമില്ല. നേരം വെളുത്തിട്ട് ചോദിക്കായിരുന്നു ഉർവശിക്ക്. ഞാൻ അതാ ചിന്തിച്ചേ. സോണിയ, രാധികയെ കൊണ്ട് ഇന്ന് ഞാൻ എന്നെ അമ്മയെന്ന് വിളിപ്പിക്കും. എന്നെക്കൊണ്ട് അതിന് സാധിക്കില്ലെന്നൊരു തോന്നല് സോണിയയുടെ മനസ്സിലുണ്ട്. മാഡം തിരഞ്ഞെടുത്ത വഴി നല്ലതാ. പക്ഷേ അത് അപ്ലൈ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആളാണ് പ്രശ്നം. എനിക്ക് മനസ്സിലായിടത്തോളം രാധിക നല്ല മനസ്സുറപ്പുള്ള കുട്ടിയാ. അവളുടെ ജീവിതത്തെക്കുറിച്ച് അവൾക്ക് വ്യക്തമായ തീരുമാനങ്ങളുണ്ട്. മാഡം അല്ല, ശ്യാമ മാഡം മുന്നിൽ ചെന്ന് നിന്ന് ഞാനാണ് നിന്റെ അമ്മയെന്ന് പറഞ്ഞാ പോലും ആ ദേവനാരായണൻ തിരുമേനിയെയും ഭാര്യയും വിട്ട് രാധിക എങ്ങോട്ടും പോയില്ല. അതിനേക്കാൾ നല്ലത് നമുക്കാളെ വ്യക്തമായ നിലയ്ക്ക് കൂട്ടിക്കൊണ്ടുപോയി മാഡത്തിന് ആവശ്യമുള്ള കാര്യങ്ങൾ ഒപ്പിട്ട് വാങ്ങിച്ച പോരെ? ഒരു ബലപ്രയോഗം ഇക്കാര്യത്തിൽ വേണ്ട.